ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എൻ്റെ ചാനൽ ഇതുവരെയും സപ്പോർട്ട് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടിപ്പത്തിരിയാണ്. അതിനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുക. അത് ചെറുതായി ചൂടാകുമ്പോൾ സവാള ഇടുക. കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴട്ടുക. ഒരുവിധം വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചേർക്കുക. നന്നായി വഴണ്ട് വന്നതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴട്ടുക. നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ക്രഷ് ചെയ്തത് ഇതിനകത്തേക്ക് ചേർക്കുക. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ഇട്ടാണ് അവിച്ചത്. കുറച്ച് മല്ലിയില കൂടി ചേർക്കുക ഇതിനകത്തേക്ക്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ഇറക്കി മാറ്റി വയ്ക്കാം. ഇനി ഒരു ജാറെടുത്ത് ജാറിലേക്ക് 1.5 കപ്പ് മൈദ, കുറച്ച് ഉപ്പ്, ഒരു മുട്ടയും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. മാവ് ഇതേ കൺസിസ്റ്റൻസിയിലായിരിക്കണം, എന്നാലേ നന്നായിട്ട് നൈസായിട്ട് ദോശ ചുട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു പാത്രത്തിലേക്ക് മീഡിയം സൈസ് 4 മുട്ട ഒഴിക്കുക. കുറച്ച് പാലും കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഇടാം, ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒരു പാനിലേക്ക് ബട്ടർ ഇടുക. എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദോശ ആ മുട്ടയുടെ ബാറ്ററിലേക്ക് മുക്കിയിട്ട് ഓരോ ലെയറായിട്ട് പാത്രത്തിൽ സെറ്റ് ചെയ്യുക. നമ്മുടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. വീണ്ടും അതുപോലെ റിപ്പീറ്റ് ചെയ്യുക. ഞാൻ ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ ലെയറിലും വെക്കണമെന്നില്ല, നമുക്ക് ആവശ്യമുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ലെയറിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ബാക്കി വന്ന മുട്ടയുടെ ബാറ്റർ നമുക്കിതിൻ്റെ മണ്ടയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വേവിക്കുക. എന്നിട്ട് ഇത് മറിച്ച് നമ്മളൊരു പാനിലോട്ടിടുക. എന്നിട്ട് മറ്റേ സൈഡിൽ ഇതുപോലെ ബാക്കി വന്ന ബാറ്റർ ഒഴിച്ച് കുറച്ച് നേരം കൂടി വേവിക്കുക.